ഇഫ്താറിൻ്റെ സമയത്ത് ദാഹവും വിശപ്പും ഒരുപോലെ മാറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. കസ്റ്റേർഡ് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് കൂവപ്പൊടി എടുക്കാം കേട്ടോ. കൂവപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആവും. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി വെക്കുക. ഇനിയിപ്പോൾ കൂവപ്പൊടി എടുക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഒന്ന് കലക്കി വെക്കാം കേട്ടോ. ഇതേ മെത്തേഡ് ഇത് തന്നെയാണ്. കസ്റ്റേർഡ് പൗഡറിന് പകരമായിട്ട് കൂവപ്പൊടി എടുക്കുക എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പാൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം നമ്മൾ എടുത്ത് വെച്ച കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. പഞ്ചസാരയോ അതുപോലെ മധുരമുള്ളതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളത് ഹെൽത്തി ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കത് തണുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഡ്രിങ്ക് തയ്യാറാക്കേണ്ടത്. ഇന്ന് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതിലോട്ട് നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ അതിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒരു 2 മിനിറ്റ് തിള വന്നതിന് ശേഷം ഒന്ന് ഓഫാക്കി ഇട്ടാൽ മതി. അതവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ അതൊരു മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു കപ്പിൽ ഞാൻ കറുത്ത കസ്കസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഒരു 2 മണിക്കൂർ അതൊന്ന് തണുപ്പിച്ചെടുത്ത് കസ്റ്റേർഡ് പൗഡർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ ഇത് 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് ഈ കട്ടയൊക്കെ ഒന്ന് ഇതായിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കിയിട്ട് വരാനാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് തിക്കായിട്ടുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റേർഡ് പൗഡർ കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. ഒരു 2.5 ടേബിൾ സ്പൂണും 3 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉറുമാമ്പഴം, മുന്തിരി, ആപ്പിൾ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവും. ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഴം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏതാ ഫ്രൂട്ട്സ് ഇഷ്ടം എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. വാട്ടർ മെലനും ഓറഞ്ചൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വേറെ ഉള്ളത് എന്തും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്തി വെച്ച കസ്കസ് അതുപോലെ ചവ്വരി ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ വേണ്ട വെച്ചാൽ ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നല്ല തണുപ്പും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല വിശപ്പും മാറിക്കിട്ടും കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്, പഞ്ചസാരയൊന്നും ചേർക്കാത്ത. അപ്പോൾ ഇന്ന് ഇഫ്താറിൻ്റെ സമയത്ത് ഞങ്ങൾ ഈ